Hi students, I am Srija. MCO24 Business Ethics and CSRലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എത്തിക്കൽ ഡിലമാസ് എന്താണെന്നാണ്. അതായത് an ethical dilemma എന്ന് പറയുന്നത് it is a type of ethical issue that arises when the available choices and obligations in a specific situation do not allow for an ethical outcome. അതായത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും ധാരാളം എത്തിക്കൽ ഡിലമാസ് ഉണ്ടാകാറുണ്ട്. കുറച്ച് പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എത്തിക്കൽ ഡിലമാസ്, ധർമ്മസങ്കടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് നമ്മൾ എത്തിക്കൽ ഡിലമാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ പല എത്തിക്കൽ ഡിലമാസും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ പേഴ്സണൽ ലൈഫിലുള്ള ഇത്തരം ഡിലമാസ് നമുക്ക് കുറച്ചുകൂടെ ഓട്ടോണമസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം. അതായത് ഇതിനുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീഡം നമുക്കുണ്ട്. കാരണം ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സണെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം, അത് വേണോ ചെയ്യണോ വേണ്ടയോ, ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അത് നമ്മളെയോ നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെയെ അത് ബാധിക്കുന്നുള്ളൂ, അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഡിലമാസ് അത് അധികം പ്രശ്നമായിട്ട് വരാറില്ല. എന്നാൽ ബിസിനസ് വേൾഡിലെ എത്തിക്കൽ ഡിലമാസ് കുറച്ചുകൂടെ കോംപ്ലെക്സ് ആണ്. അതിൽ കുറച്ച് പേരല്ല ഉണ്ടാകാറുള്ള. ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ കുറച്ച് പേരല്ല, അതിൽ ധാരാളം ആളുകളുണ്ട്. അതായത് കസ്റ്റമേഴ്സ്, ഓണേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടതാണല്ലോ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ ഇമ്പോർട്ടൻസിനെയും കൂടി പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബിസിനസ് ഡിലമാസിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരുപാട് പേരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂവിനെ മാക്സിമൈസേഷൻ, അവരെ കോംപ്രമൈസ് ചെയ്യാതെ സ്റ്റേക്ക് ഹോൾഡർ മാനേജേഴ്സ് എൻഗേജ് ചെയ്യണം. പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് കുറച്ച് പേര്, പേഴ്സണൽ ഡിലമാസിൽ നമുക്ക് കുറച്ച് പേര് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷെ അതുപോലെയല്ല, ബിസിനസ് ഡിലമാസ് വരുമ്പോൾ, ബിസിനസ്സിലൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ, ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ അതിലൊരുപാട് പേരെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളൊരു ഡിസിഷൻസ് എടുക്കാൻ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രധാനമായിട്ടും 3 കൈൻഡ് ഡിലമാസാണ് ഉള്ളത്, പ്രോബ്ലംസാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഫസ്റ്റ് വൺ റൈറ്റ് വേഴ്സസ് റോങ്, സെക്കൻഡ് വൺ റോങ് വേഴ്സസ് റോങ്, തേർഡ് വൺ റൈറ്റ് വേഴ്സസ് റൈറ്റ്. അതായത് ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് കൈൻഡ് ഓഫ് ഡിലമ പറയുകയാണെങ്കിൽ ശരിയും തെറ്റും, റൈറ്റും റോങ്ങും നമ്മുടെ മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ശരി ഏതാ തെറ്റേതാ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് വേഴ്സസ് റോങ്ങിൽ റൈറ്റും റോങ്ങും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും, നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതിൽ തെറ്റേതാ ശരിയേതാ എന്നുള്ളത് മനസ്സിലാക്കി അതിലൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കും. പിന്നെയുള്ളത് റോങ് വേഴ്സസ് റോങ് ആണ്. ഇതിൽ ലെസ്സർ പെയിൻ രണ്ടും തെറ്റാണ്. അതിൽ ലെസ് പെയിൻ തരുന്ന ഒരു പാത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു ചലഞ്ചാണ് നമുക്ക് ഒരു സംഭവമാണ്. അതായത് രണ്ടും എത്തിക്കലി തെറ്റാണ്, റോങ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ലെസ്സർ പെയിൻ തരുന്നത് ഏതാണോ, ഏത് പാത്താണോ അത് ചൂസ് ചെയ്യാനുള്ള ഒരു ചലഞ്ചായിട്ട് വരുന്ന അങ്ങനെ ഒരു സംഭവമാണ് റോങ് വേഴ്സസ് റോങ് എന്ന് പറയുന്നത്. രണ്ടും തെറ്റാണ്. അതിൽ കുറച്ച് തെറ്റായ കാര്യം, കൂടുതൽ തെറ്റിലേക്ക് പോകേണ്ട, കുറച്ച് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ നമുക്കതിനെ ചൂസ് ചെയ്യാം. കൂടുതൽ പെയിന് തരാത്ത കാര്യങ്ങളെ നമ്മൾ ചൂസ് ചെയ്യാം.
അടുത്തത് മൂന്നാമതായി വരുന്ന കാര്യത്തിൽ നമ്മൾ റൈറ്റ് വേഴ്സസ് റൈറ്റ് ആണ്. അതായത് രണ്ടും ശരിയാണ്. റൈറ്റ് വേഴ്സസ് റൈറ്റ് ഡിലമയിൽ നമുക്ക് കൂടുതൽ പ്ലഷർ തരുന്ന ഒരു പാത്താണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് രണ്ടും ശരിയാണ്. ഈ ശരിയിൽ കൂടുതൽ ശരി ഏതാണ്, കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് തരുന്നത് ഏതാണ്, അതാണ് നമ്മൾ കുറവ് പെയിൻ തരുന്നത് ഏതാണോ, കൂടുതൽ പ്ലഷർ തരുന്നത് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. റൈറ്റ് വേഴ്സസ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ തരുന്നത് ഏതാണോ ആ പാത്ത് ചൂസ് ചെയ്യാൻ നമുക്ക് അവസരം തരുന്നതാണ് ഈ തേർഡ് കാറ്റഗറി. ഇതിൽ ഫസ്റ്റ് വൺ, ആദ്യത്തേത് ഏതാണോ റൈറ്റ് ഏതാണോ റോങ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. രണ്ടാമത്തേതിൽ ഏത് ചോയ്സ് ആണോ ലെസ് പെയിൻ തരുന്നത് അത് സെലക്ട് ചെയ്യുക. അടുത്തത് മൂന്നാമത്തേതിൽ ലെസ് പ്ലഷർ തരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് മോറൽ റിലേറ്റീവ്സത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശരിയും തെറ്റും സംബന്ധിച്ച ഒരു ബോധം വരുന്നത്. മോറലായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയും തെറ്റും നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൽ മോറലായിട്ടുള്ള ഒരു കാര്യവുമായി റിലേറ്റഡ് ആണ് ഈ പറയുന്ന ശരിയും തെറ്റും. എത്തിക്കലായിട്ടുള്ള കാര്യമാണ്, മോറലായിട്ടുള്ള ഒരു സൈഡാണ് നമ്മളിതിൽ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ USA മാനേജീരിയൽ കപ്പാസിറ്റിയിൽ ഗിഫ്റ്റ് കൈമാറുന്നത് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന് മാത്രമല്ല അതിൽ ലോയുടെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം നമുക്ക് അവിടെ ഒരു ഗിഫ്റ്റ് കൈമാറാൻ. ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് പോലുള്ള അഴിമതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ട് തന്നെ അമേരിക്കയ്ക്കുണ്ട്, FCPA, അതായത് ഫോറിൻ കറൻസി പ്രൊട്ടക്റ്റഡ് ആക്ട് എന്ന ആക്ട്. ചൈനയിൽ ഗിഫ്റ്റ് കൈമാറുന്നത് ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ ചൈനയിൽ ഗിഫ്റ്റ് കൈമാറുന്നതിന് കുഴപ്പമില്ല. അവിടെയാണെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പൊക്കെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അവർ ഗിഫ്റ്റ് കൈമാറുന്നത്. അത് നല്ലതാണെന്നാണ് ചൈനയിൽ പറയുന്നത്. അവിടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ചൈനയിൽ പറയുന്നത്. എന്നാൽ അമേരിക്കയിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഗിഫ്റ്റ് എക്സ്ചേഞ്ചുകളെ പറ്റിയുള്ള രണ്ട് രാജ്യങ്ങളിൽ രണ്ട് വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മോറൽ റിലേറ്റീവിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത ഒരു ഏരിയയാണ് ട്രഡീഷണൽ എത്തിക്കൽ തിയറീസ്. ഇതിൽ കുറച്ച് തിയറീസിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ട്രഡീഷണൽ എത്തിക്കൽ തിയറീസിൽ കുറച്ച് തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. തിയറീസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ട്രഡീഷണൽ തിയറി, സെക്കൻഡ് വൺ കണ്ടംപററി തിയറി, തേർഡ് വൺ പോസ്റ്റ് മോഡേൺ തിയറി. ആദ്യം നമുക്ക് ട്രഡീഷണൽ തിയറി എന്താണെന്ന് നോക്കാം. ദർ ആർ 2 schools of ethical theories. അതായത് ഇതിൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ തിയറീസിൽ 2 സ്കൂൾ ഓഫ് എത്തിക്കൽ തിയറീസ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ കോൺസിക്വൻഷ്യലിസം, സെക്കൻഡ് വൺ നോൺ കോൺസിക്വൻഷ്യലിസം. അതായത് അതായത് കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത് ടെലിയോളജി എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതായത് കോൺസിക്വൻഷ്യലിസം എന്നാൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ടെലിയോളജി. ടെലിയോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എൻഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ടെലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എൻഡ് അല്ലെങ്കിൽ അവസാനം. എന്നാൽ അവസാനം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലം, എന്ത് സംഭവിക്കും, ഒരു പ്രവൃത്തി എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം, അതിൻ്റെ ഒരു ആക്ഷൻ എന്തായിരിക്കും എന്നാണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മളെടുക്കുന്ന ഒരു മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ കോൺസിക്വൻസ്, അല്ലെങ്കിൽ എത്തിക്കൽ ഡിലമാസ് നമ്മൾ റിസോൾവ് ചെയ്യാൻ എടുക്കുന്ന ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസ്. ഏതൊരു ആക്ഷനും ഒരു കോൺസിക്വൻസ് ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. അങ്ങനെ നമ്മൾ എത്തിക്കൽ ഡിലമാസ് റിസോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസിനെയാണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്. അത് മോറലി റൈറ്റ് ആണോ അതോ മോറലി റോങ് ആണോ എന്ന് തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി ആ ആക്ഷൻ്റെ ഔട്ട്കം എന്താണോ അതിനെ ബേസ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, കള്ളം പറയുന്നത് മോറലി റോങ് ആണെന്ന് മിക്ക ആളുകൾക്കും അറിയാം. എന്നാൽ ഒരു കള്ളം മറ്റൊരാൾക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല, അതായത് മറ്റൊരാൾക്ക് ഹാംഫുള്ളായി തീരുന്നില്ല എങ്കിൽ, മറിച്ച് മറ്റൊരാൾ അല്ലെങ്കിൽ വേറൊരാളെ ഹാപ്പി ആക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ സേവ് ചെയ്യാനോ ആണ് നമ്മൾ കള്ളം പറയുന്നതെങ്കിൽ അത് ടെലിയോളജിക്കൽ എത്തിക്സ് പ്രകാരം ആ ആക്ഷൻ മോറലി റൈറ്റ് ആണെന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ കള്ളം പറയുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കള്ളമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മയെ കരുതിയുള്ള കള്ളമാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ തെറ്റില്ല, അത് ശരിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദി മോസ്റ്റ് സൈറ്റഡ് ടെലിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം ആണ്. അത് ജെറമി ബെൻതാം ആൻഡ് ജോൺ സ്റ്റുവാർട്ട് മിൽ എന്നീ 2 ഫേമസ് ബ്രിട്ടീഷ് ഫിലോസഫേഴ്സാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് കൊണ്ടുവന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസസ് എന്താണോ അതാണ് ഹ്യൂമൻ ആക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ടെലിയോളജിക്കൽ മോറൽ സിസ്റ്റത്തിൻ്റെ ചില സിഗ്നിഫിക്കൻ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈഗോയിസമാണ്. മൊറാലിറ്റിയുടെ ബേസിസായി കൺസിഡർ ചെയ്യുന്നത് സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈഗോയിസത്തിൻ്റെ പ്രിൻസിപ്പിളായി പറയുന്നത്. ഈ ഇതിൽ നമ്മൾ സ്വന്തം താല്പര്യങ്ങൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. സെൽഫിഷ് ഈഗോ എന്നൊക്കെ പറയുന്നതിൽ ഇത് ആഡം സ്മിത്ത് പോലെയുള്ളവരെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം. ആഡം സ്മിത്തിനെ പോലെ മെയിനായിട്ടുള്ള ആളുകളെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിസ്റ്റം കൂടിയാണ് ഈഗോയിസം എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. ഒന്നാമത്തേത്, ഈഗോയിസം സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റീവായിട്ട് കാണുന്നവരാണെന്നാണ് പൊതുവെ പറയുന്നത്. അതായത് സെൽഫിഷ് അപ്രോച്ചാണ് ഈഗോ. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് സെൽഫിഷ് അപ്രോച്ചാണെന്നുള്ള അതാണ് ഇതിനെതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസം. രണ്ടാമത്തേത്, ഈഗോയിസം ഒരു ടെലിയോളജിക്കൽ തിയറി ആണെങ്കിലും ഇതൊരു ഹൈബ്രിഡ് തിയറി ആണെന്നൊരു വാദമുണ്ട്. അടുത്ത ഒരു തിയറിയാണ് യൂട്ടിലിറ്റേറിയനിസം. ഈ തിയറി ഈ സ്കൂൾ ഓഫ് തോട്ട് കൊണ്ടുവന്നത് ഫേമസ് ബ്രിട്ടീഷ് ഫിലോസഫേഴ്സായ ജെറമി ബെന്താം ആൻഡ് ജോൺ സ്റ്റുവാർട്ട് മിൽ എന്നീ 2 ആളുകളാണ്. കൂടുതൽ സന്തോഷം കൊടുത്തുകൊണ്ട് പെയിനെ അവോയ്ഡ് ചെയ്യുന്ന ആക്ഷൻസിനെ ഫോളോ ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് ഇത്. അതായത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾസിന് ഗ്രേറ്റസ്റ്റ് പ്രഷർ കൊടുക്കുന്ന ചോയ്സ് എന്താണോ അത് എത്തിക്കലി ചൂസ് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ആക്ഷൻ ആണെങ്കിൽ കൂടുതൽ ആളുകൾക്കും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുമായിരിക്കും. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസും സോഷ്യൽ റിഫോമേഴ്സും ഒക്കെ അവർ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ പേർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. യൂട്ടിലിറ്റേറിയനിസം ഒരു ആക്ട് മോറലി റൈറ്റ് ആണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് പീപ്പിളിന് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് കൊടുക്കും. മോറലി റോങ് ആണെങ്കിൽ ഹാപ്പിനെസ്സിനെ കാട്ടിയും കൂടുതലായിട്ട് അതിന് പെയിൻ ആയിരിക്കും ആളുകൾക്ക് കൊടുക്കുന്നത്. അതാണ്
പെയിൻ കുറച്ചുകൊണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾസിന് ഗ്രേറ്റസ്റ്റ് പ്ലഷർ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അടുത്ത ഒരു ഏരിയയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. 20th സെഞ്ച്വറിയിലെ ഒരു വലിയ ഫിലോസഫറിൽ ഒരാളായിരുന്നു ജോൺ റോൾസ് എന്ന് പറയുന്നത്. എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആയിരിക്കണമെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ എങ്ങനെ ഫെയർ ആയിട്ട് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യാം, അതായത് വെൽത്ത്, ഇൻകം, അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നീ ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട് റിസോഴ്സസിനെ എങ്ങനെ ഫെയർ ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതൊക്കെ നമുക്കിതിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അടുത്ത ഒരു ടോപ്പിക്കാണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം. ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ സിസ്റ്റത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമാനുവൽ കാണ്ട് എന്ന ജർമ്മൻ ഫിലോസഫർ ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ഈ ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം. ഈ തിയറി പ്രകാരം ഹ്യൂമൻ ബീയിങ്സ് എന്ന നിലയിലുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിയാണിത്. ഇതിൽ ഹ്യൂമൻ ബീയിങ്സ് നിലയ്ക്കുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മളുടെ മെയിനായിട്ടുള്ള ധർമ്മം എന്താണോ നമ്മുടെ ലൈഫിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഇത്. ഒരു ആക്ഷൻ്റെ റൈറ്റ്നെസ് ആ ആക്ഷൻ്റെ ഫീച്ചേഴ്സിൽ തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ്. അതായത് ആക്ഷൻ മോറലി റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസിനെ സംബന്ധിച്ചിരിക്കും. അതിൻ്റെ എഫക്റ്റ് എന്താണോ, ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസ് എന്താണോ അതിനെ ബേസ് ചെയ്തിരിക്കും ഇതിൽ ശരിയും തെറ്റും എന്നുള്ളത്, ആക്ഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതിൻ്റെ കോൺസിക്വൻസിനെ അനുബന്ധിച്ചായിരിക്കും ഇങ്ങനെ ഒരു കാര്യം റൈറ്റും റോങ്ങും ഡിസൈഡ് ചെയ്യുന്നത്. ഗ്രീക്ക് വേർഡ് ഡിയോൺ എന്ന വാക്കിൽ നിന്നാണ് ഡിയോണ്ടോളജി എന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡിയോൺ മീൻസ് DEON, ഡിയോൺ മീൻസ് ഡ്യൂട്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. തിയറി ബേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡ്യൂട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് കോൺസിക്വൻസിന് പുറമേ ചില ആക്ഷൻസ് അതിൽ തന്നെ, അതായത് അതിൻ്റെ പ്രിൻസിപ്പിൾസിൽ തന്നെ റൈറ്റ് ആണോ റോങ് ആണോ എന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതായത് ഒരു നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ തിയറിയാണിത്. നമ്മൾ യൂണിവേഴ്സലി മോറൽ സ്റ്റാൻഡേർഡിൽ വെച്ച് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ മോറലി റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു തിയറിയാണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇമാനുവൽ കാണ്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മളുടെ കടമ എന്നുള്ള വാക്കിൽ നിന്നൊക്കെയാണ് ഈ ഒരു തിയറി ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളുടെ ഒരു ഫാമിലീനെ മറ്റൊരാൾ ബാഡ് വേർഡ്സ് പറയുകയോ, ഒരാളുടെ ഫാമിലിയിൽ വന്നിട്ട് മറ്റൊരാളെ ആക്രമിക്കാൻ വരികയോ, അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡ്സ് പറയുകയോ, തോക്കെടുത്ത് അവർ കൊല്ലാനായിട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഫാമിലിയിലുള്ള ഒരാൾ തന്നെ ഈ ഉപദ്രവിക്കാൻ വന്ന ആളെ അറ്റാക്ക് ചെയ്യുന്നു. അതായത് ഫാമിലിനെ മൊത്തത്തിൽ രക്ഷിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വന്ന ആളെ ഉപദ്രവിക്കാൻ വന്ന ആളെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ അസൾട്ട്, രക്ഷിക്കാനായിട്ട് ഒരു ഫിസിക്കൽ അസൾട്ട് എന്നുള്ളത് അവിടെ മോറലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെ മറ്റു മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ ഇയാൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ചെയ്തത് ശരിയാണ്, മോറലി റൈറ്റ് ആണ്, ബിക്കോസ് അയാളുടെ ഡ്യൂട്ടിയാണ്.
ഫാമിലീനെ രക്ഷിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ആ ഡ്യൂട്ടി കടമ ചെയ്യാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന തെറ്റ് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഉപദ്രവിക്കുക, മോറലി ഒരാളെ ഉപദ്രവിക്കുന്നത് തെറ്റാണെങ്കിലും അയാൾ അത് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? മറ്റുള്ളവരെ രക്ഷിക്കാനാണ്. ഈ റീസൺ മോറൽ ഡ്യൂട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സത്യം പറയുക എന്നുള്ളത് മോറലി റൈറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ ഉള്ള ഒരു തിയറി പ്രകാരം നമ്മൾ പറഞ്ഞതാണ്. സത്യം പറയുക എന്നത് മോറലി റൈറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ ടെലിയോളജിക്കൽ തിയറി പ്രകാരം നമ്മൾ പറഞ്ഞതാണ്. ഒരാൾക്ക് ദോഷമില്ലെങ്കിൽ, അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് ഹാംഫുൾ അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുമെങ്കിൽ ആ സത്യം പറയാതിരിക്കുന്നതാണ് മോറലി റൈറ്റ്. എന്നാൽ ഡിയോണ്ടോളജിക്കൽ തിയറി പ്രകാരം സത്യം പറയുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലും റൈറ്റ്. മറ്റൊരാൾക്ക് ഹാംഫുൾ ആണെങ്കിലും കള്ളം പറയരുത് എന്നുള്ളതാണ് മോറലി റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അൺഫേവറബിൾ റിസൾട്ടാണ് ആ സത്യം പറച്ചിലൂടെ കിട്ടുന്നതെങ്കിൽ സത്യം മാത്രം പറയുക എന്നുള്ള ഒരു തിയറിയാണ് ഡിയോണ്ടോളജിക്കൽ തിയറി. അതായത് രണ്ട് തിയറിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ സത്യം മാത്രമേ പറയൂ. എന്തൊക്കെ വന്നാലും നമ്മൾ ശരിയായ കാര്യം മാത്രം, റൈറ്റായ കാര്യം മാത്രം, സത്യം മാത്രം. അത് മറ്റുള്ളവർക്ക് ദോഷമാണെങ്കിലും നല്ലതാണെങ്കിലും അൺഫേവറബിൾ റിസൾട്ടാണ് ആ സത്യം പറച്ചിലൂടെ സത്യം മാത്രം പറയുക എന്നുള്ള ഒരു തിയറിയാണ് ഡിയോണ്ടോളജിക്കൽ തിയറി. അതായത് ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസ് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇൻബിൽട്ടായിട്ട് അതിനകത്ത് ഉണ്ടാകും. അതാണ് ഡിയോണ്ടോളജിക്കൽ തിയറിയിൽ പറയുന്നത്. അടുത്തതാണ് കണ്ടംപററി അപ്രോച്ചസ്. അതായത് ഇതിനകത്ത് ഫെമിനിസ്റ്റ് എത്തിക്സ്, അതുപോലെ തന്നെ ഡിസ്കോഴ്സ് എത്തിക്സ്, പോസ്റ്റ് മോഡേൺ പെർസ്പെക്റ്റീവ്, ഇതൊക്കെയാണ് ലീഡിംഗ് ആയ കണ്ടംപററി അപ്രോച്ചസിൽ വരുന്നത്. അതിൽ ഫെമിനിസ്റ്റ് എത്തിക്സ് എന്താണെന്ന് നോക്കാം. അതായത് മെയിൽ ഡൊമിനേറ്റഡ് ആണ്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഡൊമിനേറ്റഡ്. ഫെമിനിസ്റ്റ് എത്തിക്സിൽ സൊസൈറ്റിയിലുള്ള ആളുകളുടെ സോഷ്യൽ ലൈഫ് ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്ക് പല ഓറിയൻറ്റേഷൻസ് ആണ് ഉള്ളത്. അതായത് ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറി പറയുന്നത് മോസ്റ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് എത്തിക്കൽ തിയറീസും മെൻസിൻ്റെ എത്തിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റ് എത്തിക്കൽ തിയറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫെമിനിസ്റ്റ് എത്തിക്സ് എംഫസൈസ് ചെയ്യുന്നത് എമ്പതി, കെയറിങ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാംഫുള്ളായ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഫെമിനിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഈ തിയറി പ്രധാനമായിട്ടും പറയുന്നത് ഒന്നാമതായി എത്തിക്സ് ഓഫ് കെയർ. ഫസ്റ്റ് വൺ, ethics of care. Second one, advocates recognition of the unique and moral voice of woman. Third one, stresses human relationship and emotion based virtues. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫെമിനിസ്റ്റ് എത്തിക്സിൽ വരുന്നത്. ബിസിനസ് എത്തിക്സിൻ്റെ കണ്ടെക്സ്റ്റിൽ ഫെമിനിസ്റ്റ് തിയറി ആർഗ്യൂ ചെയ്യുന്നത് ബിസിനസ്സിലെ ഓർഗനൈസേഷൻ ഫങ്ഷനിങ് ഉള്ള ജെൻഡർ ബയസ് ഒഴിവാക്കണം. അതായത് വുമൺ വർക്കേഴ്സിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളതല്ല പറയുന്നത്. മെയിൽ വർക്കേഴ്സിനും ഫീമെയിൽ വർക്കേഴ്സിനും ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മെയിലിനും ഫീമെയിലിനും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. അവരെ ഫീമെയിലിനെ താഴ്ത്തരുത്, രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ റെക്കഗ്നിഷൻ, അതായത് പാർട്ടിസിപ്പേഷൻ്റെ ബേസിലാണെങ്കിലും റെക്കഗ്നിഷൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ജെൻസിനെയും ലേഡീസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. ഒരേ പേയ്മെൻറ്റ്, ഒരേ പാർട്ടിസിപ്പേഷൻ, ഒരേ റെക്കഗ്നിഷൻ കൊടുക്കുക. അതായത് പുരുഷാധിപത്യം എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കണം, ഇല്ലാതാക്കണം. മെയിൽ ഫീമെയിൽ എന്ന വ്യത്യാസമില്ലാതെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓർഗനൈസേഷൻ ക്ലൈമറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫെമിനിസ്റ്റ് എത്തിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ്
ഡിസ്കോഷർ എത്തിക്സ്. അടുത്തതാണ് ഡിസ്കോഷർ എത്തിക്സ്. എല്ലാ റെലവൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇടയിൽ എത്തിക്കൽ കോൺഫ്ലിക്ട്സിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് നോംസ് അഡോപ്റ്റ് ചെയ്യാനായി പറ്റുകയുള്ളൂ. അതായത് നോംസ് ജനറേറ്റ് ചെയ്യാനും ഡിസ്പ്യൂട്ട്സ് ഒക്കെ വളരെ പീസായിട്ട് സെറ്റിൽ ചെയ്യാനും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ മസിൽ പവർ കാണിക്കാതെ ചില നല്ല ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏതൊരു സ്ഥാപനവും ശ്രമിക്കേണ്ടത്. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരെയും കൺസിഡർ ചെയ്തതിന് ശേഷം, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും കൺസിഡർ ചെയ്തതിന് ശേഷം, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. അവിടെ മസിൽ പവർ കാണിച്ചിട്ട് കാര്യമില്ല. നല്ല ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു എത്തിക്കൽ ബ്രെയിൻ സ്റ്റോമിംഗ് ആണിത്. അടുത്ത ഒരു തിയറിയാണ്, ഒരു കൺസെപ്റ്റാണ് പോസ്റ്റ് മോഡേൺ പെർസ്പെക്റ്റീവ്. പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം ഇമോഷണൽ ഇമ്പൾസിൻ്റെ ബൈ പ്രോഡക്റ്റാണ് മൊറാലിറ്റി. പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം ഇമോഷണൽ ഇമ്പൾസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് തിയറീസ്. ഇനി നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എത്തിക്കൽ തിയറീസിനെ ചാപ്റ്റർ മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിയറീസിനെ മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. എത്തിക്കൽ തിയറീസിനെ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ട്രഡീഷണൽ തിയറി, കണ്ടംപററി തിയറി, പോസ്റ്റ് മോഡേൺ തിയറി. അതിൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ തിയറിനെ നമ്മൾക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ട്രഡീഷണൽ തിയറിയെ വീണ്ടും നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. അതായത് കോൺസിക്വൻഷ്യൽ തിയറി ഓർ ടെലിയോളജിക്കൽ തിയറി എന്നും നോൺ കോൺസിക്വൻഷ്യൽ അല്ലെങ്കിൽ ഡിയോണ്ടോളജിക്കൽ തിയറി എന്നും നമുക്ക് ട്രഡീഷണൽ തിയറി 2ആയി ഡിവൈഡ് ചെയ്യാം. അതിൽ ടെലിയോളജിക്കൽ തിയറിയെ 3ആയി വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈഗോയിസം, യൂട്ടിലിറ്റേറിയനിസം, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നിങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഡിയോണ്ടോളജിക്കൽ തിയറീസിനെ എത്തിക്സ് ഓഫ് ഡ്യൂട്ടി എന്നും എത്തിക്സ് ഓഫ് റൈറ്റ് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ സെക്കൻഡ് വണ്ണായ കണ്ടംപററി തിയറിയെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വിർച്യു, ഫെമിനിസ്റ്റ്, ഡിസ്കോഷർ. ഇതാണ് സബ് ഡിവിഷൻ. ഇങ്ങനെ 3 തിയറിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ ഒരു ചാർട്ടിലൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി തേർഡ് ചാപ്റ്റർ എത്തിക്സ് ആൻഡ് CSRലെ തേർഡ് ചാപ്റ്ററുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.